കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് പീരീഡിനെ കുറിച്ചാണ്. പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയമാണ്. നമ്മൾ ഇതുവരെ 2 ടേമുകൾ പഠിച്ചു. ഒന്ന് ആംപ്ലിറ്റ്യൂഡ്, രണ്ടാമത്തേത് പീരീഡ്. ഇനി അടുത്ത ഒരു ടേമിലേക്ക് നമ്മൾ പോവാണ്, ഫ്രീക്വൻസി. എന്താണ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ? ഇപ്പം നമ്മൾ തൊട്ട് മുമ്പ് പീരീഡ് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാനെടുക്കുന്ന സമയം, അതിനാണ് നമ്മൾ പീരീഡ് എന്ന് പറയുന്നത്. എന്നാൽ ഒരു യൂണിറ്റ് ടൈമിൽ, അതായത് ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻസ് കംപ്ലീറ്റ് ചെയ്തു, ഒരു സെക്കൻഡിനുള്ളിൽ എത്ര ഓസിലേഷൻസ് കംപ്ലീറ്റ് ചെയ്തു, അതിനെയാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത അതേ പെൻഡുലത്തെ നമ്മൾ കൊണ്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞിരുന്നു 1 മിനിറ്റ് കൊണ്ട് 30 ഓസിലേഷനാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. 1 മിനിറ്റ് കൊണ്ട് 30 ഓസിലേഷനാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷനായി എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിരുന്നത് 60/30 ആണ്, അല്ലേ? 60/30. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2 ഓസിലേഷൻസ് പെർ സെക്കൻഡ് എന്ന് കിട്ടി. ഇനി ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻ ആണെന്ന് കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്പർ ഓഫ് ഓസിലേഷൻസിനെ സമയം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോഴാണ് നമുക്ക് ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷനായി എന്ന് കിട്ടുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ 30 ഓസിലേഷനാണ് 60 സെക്കൻഡിൽ. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 1/2 അല്ലെങ്കിൽ 0.5 നമുക്ക് കിട്ടും. 0.5 എന്ന് പറഞ്ഞാൽ അര ഓസിലേഷൻ, അല്ലേ? നമ്മളുടെ സിമ്പിൾ പെൻഡുലം ഒരു എൻഡിൽ നിന്ന് തുടങ്ങി, ഇവിടെ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ ഇവിടെ എത്തി തിരിച്ച് ഇവിടെ എത്തുന്ന ടൈം. ഇനിയല്ല, നമ്മുടെ സിമ്പിൾ പെൻഡുലം തുടങ്ങുന്നത് ഈ എൻഡിൽ നിന്നാണെങ്കിൽ ഇവിടെ പോയി ഇവിടെ എത്തുന്ന ടൈം ആണ് അര ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ 2 സെക്കൻഡിൽ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ 1 സെക്കൻഡ് ഇങ്ങോട്ട് വരാനും 1 സെക്കൻഡ് തിരിച്ച് പോകാനും, അല്ലേ? അപ്പോൾ ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷനായി? 1/2 ഓസിലേഷൻസ്. ക്ലിയർ ആണല്ലോ? The number of oscillations in 1 second is called frequency. The number of oscillations is 1 second is called frequency. ഇത് പല ഫ്രീക്വൻസികളാവാട്ടോ. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടത് അരയാണ്. ചിലപ്പോൾ അത് 1 ആവാം, ചിലപ്പോൾ 2 ആവാം, 50 ആവാം, 100 ആവാം, എത്ര ഫ്രീക്വൻസി ആവാം. ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻസ് വേണമെങ്കിലും ആവാം. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു 60 സെക്കൻഡ് കൊണ്ട് അല്ലെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് 30 ഓസിലേഷൻസാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്, അല്ലേ? ഇനി നമ്മൾ വേറൊരു പെൻഡുലം കൺസിഡർ ചെയ്യാം. അത് 60 സെക്കൻഡ് കൊണ്ട് 120 ഓസിലേഷൻസ് കംപ്ലീറ്റ് ചെയ്യും. 60 സെക്കൻഡ് കൊണ്ട് 120 ഓസിലേഷൻസ് കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻ ഉണ്ടാവും? 120/60, അല്ലേ? = 2. 2 ഓസിലേഷൻ സെക്കൻഡിൽ നടക്കും. ഒരു സെക്കൻഡ് ആകുമ്പോഴേക്കും നമ്മളെ സിമ്പിൾ പെന്നിൽ ഇവിടെ നിന്ന് ഇവിടെ പോയി ഇവിടെ വരും, വീണ്ടും ഇവിടെ പോയിട്ട് തിരിച്ചിവിടെ തന്നെ എത്തും. അതായത് 2 ഓസിലേഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്ന അർത്ഥം. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി എത്രയാണ്? 2. ക്ലിയർ ആണല്ലോ? ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻസ് കംപ്ലീറ്റ് ചെയ്തു എന്നാണ് നമ്മൾ ഫ്രീക്വൻസി കൊണ്ട് അർത്ഥമാക്കുന്നത്. അതിൻ്റെ HI യൂണിറ്റ്സ് ഹെർട്സ് ആണ്. ഹെർട്സ് എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. H ക്യാപിറ്റലും Z സ്മോളും ആയിരിക്കണം. ഹെർട്സ്. ഫ്രീക്വൻസി ഡിനോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ലെറ്റർ സ്മോൾ ലെറ്റർ F ആണ്. മൂന്നാമത്തെ നമ്മളുടെ ടേമാണ് ഫ്രീക്വൻസി. 1 ആംപ്ലിറ്റ്യൂഡ്, 2 പീരിയഡ്, 3 ഫ്രീക്വൻസി. ഫ്രീക്വൻസി ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് അടുത്ത പാർട്ടിലേക്ക് പോകാം. ഇതൊരു ചെറിയ എക്സ്പെരിമെൻ്റാണ്. ഈ എക്സ്പെരിമെൻറ്റിൽ നമ്മളൊരു സിമ്പിൾ പെൻഡുലം ഉപയോഗിച്ചാണ് നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്. ഒരു സിമ്പിൾ പെൻഡുലം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു ഫ്രീ ആയിട്ട് ഹാങ് ചെയ്തിട്ടുള്ള ഒരു ബോബ്. ഇതാണ് സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഓസിലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ത്രെഡിൻ്റെ ലെങ്ത്ത് നമ്മൾ മെഷർ ചെയ്തു. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ള 25, 60, 100 സെൻറ്റിമീറ്ററുകളായിട്ട് നമ്മൾ ത്രെഡിൻ്റെ ലെങ്ത്ത് നമ്മൾ എടുക്കുക. എന്നിട്ട് ഓരോന്നിലും 10 ഓസിലേഷന് എത്ര സമയം വേണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. 10 ഓസിലേഷന് എത്ര സമയം വേണമെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഓരോന്നും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആദ്യം 25 ഓസിലേഷന് വേണ്ടിയിട്ട് ഒരു 15 സെക്കൻഡ് എടുത്തു എന്ന് സങ്കല്പിക്കുക. 15 സെക്കൻഡ്. 60 ഓസിലേഷൻ ആകുമ്പോൾ 20 സെക്കൻഡായി എന്ന് സങ്കല്പിക്കുക. 100 ഓസിലേഷൻ ആകുമ്പോൾ ഒരു
5 സെക്കൻഡായെന്ന് സങ്കല്പിക്കുക. ഓക്കെ. അപ്പോൾ ഇതിൽ സാധാരണഗതിയിൽ ഉണ്ടാവാറുള്ളത് ത്രെഡിൻ്റെ ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ച് പീരീഡ് കൂടും. സ്വാഭാവികമാണ്, നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ത്രെഡിൻ്റെ ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ച് ഓസിലേറ്റ് ചെയ്യാൻ വേണ്ട സമയം കൂടുതലെടുക്കും. ഓക്കെ. ഇനി നമ്മൾ കാണേണ്ടത്, ഇവിടെ നമ്മൾ ഓസിലേറ്റ് ചെയ്യാൻ വേണ്ടി 15, 20, 25 സെക്കൻഡുകൾ എടുത്തു. നമ്മൾ പീരീഡ് ടി കണ്ടെത്തണം. ടി കണ്ടെത്താൻ വേണ്ടി ടോട്ടൽ ടൈം ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഓസിലേഷൻസ്. ഇവിടെ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 15 സെക്കൻഡാണ്. നമ്പർ ഓഫ് ഓസിലേഷൻസ് 10 ആണ്. അപ്പോൾ 1.5, ഇവിടെ 2, ഇവിടെ 2.5. ഓക്കെ, അത്രയും സെക്കൻഡുകളാണ് എടുക്കുന്നത്. ഇനി നമ്മൾ ഫ്രീക്വൻസി നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കറിയാം 1.5 ആണ്. നമ്പർ ഓഫ് ഓസിലേഷൻസ് എന്ന് പറയുന്നത് 10 ആണ്. ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 1.5 ആണ്. ഓക്കെ. അപ്പോൾ 10/1.5, 10/2, 10/2.5 നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവാം, ഇവിടെ ത്രെഡിൻ്റെ ലെങ്ത്ത് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് പീരിയഡ് കൂടിക്കൂടി വരുന്നു. ഓക്കെ, പീരിയഡ് കൂടി വരുന്നു. ത്രെഡിൻ്റെ ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ച് പീരിയഡ് കൂടുന്നു. ഇനി നമ്മൾ നേരെ ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്പർ ഓഫ് ഓസിലേഷൻസ് 10/1.5, 10/1.5, 10/1.5 എത്രയാണ് നമുക്ക് ആൻസർ കിട്ടുക? 10/1.5 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 6.6 ആയിരിക്കും അല്ലേ? 6.6 നമുക്ക് 6.6 എഴുതാം. ഇനി 10/2 ആകുമ്പോൾ അത് 5 ആയി, 10/2.5 ആകുമ്പോൾ അത് 4 ആയി. അതായത് ഫ്രീക്വൻസി കുറഞ്ഞു വരുന്നു. ടൈം പീരീഡ് കൂടുന്നതിനനുസരിച്ച് ഇവിടെ ടൈം പീരീഡ് കൂടി വരികയാണല്ലേ, 1.5 to 2.5 ആയി കൂടുകയാണ്. അതിനനുസരിച്ച് ഫ്രീക്വൻസി നേരെ കുറഞ്ഞു വരും. അതായത് സമയം കൂടുതലെടുക്കുമ്പോൾ ഫ്രീക്വൻസി കുറയും. വളരെ സിമ്പിളാണ്, നമുക്ക് ലോജിക്കലായിട്ട് തന്നെ മനസ്സിലാകാവുന്ന കാര്യമാണ്. അതായത് ഫ്രീക്വൻസിയും ടൈം പീരിയഡും കൂടെ റിലേറ്റഡ് ആയിട്ടുള്ളത് ഫ്രീക്വൻസി ഈസ് ഈക്വൽ 1 പീരിയഡ് ആണ്. ഫ്രീക്വൻസി കൂടുന്നതനുസരിച്ച് പീരിയഡ് കുറയും, പീരിയഡ് കുറയുന്നതനുസരിച്ച് ഫ്രീക്വൻസി കൂടും. ആസ് എ പീരിയഡ് ഇൻക്രീസസ് ഫ്രീക്വൻസി ഡിക്രീസസ്. ക്ലിയർ ആണല്ലോ? പീരിയഡ് കൂടുന്നതനുസരിച്ച് ഫ്രീക്വൻസി കുറയും. ഒരു ഓസിലേഷന് വേണ്ട സമയം കൂടുന്നതിനനുസരിച്ച് നമ്പർ ഓഫ് ഓസിലേഷൻസ് കുറയും. വളരെ സിമ്പിളാണ്. ക്ലിയർ ആണെന്ന് മനസ്സിലാക്കുന്നു. ഇനി നമ്മൾ സാധാരണഗതിയിൽ റേഡിയോ ഫ്രീക്വൻസി ആയിട്ട് നമ്മൾ 10³ ഹെർട്സ്, 10⁶ ഹെർട്സ് ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. കിലോ ഹെർട്സ്, മെഗാ ഹെർട്സ് ഒക്കെ നമ്മൾ പഴയകാലത്ത് റേഡിയോകളിലൊക്കെ നമ്മൾ കാര്യമായിട്ട് ഉപയോഗിച്ചിരുന്നു. ഇപ്പോഴും റേഡിയോ ഉണ്ടെങ്കിൽ നമുക്ക് ആ സാധനം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സാധാരണഗതിയിൽ നമ്മൾ കിലോ ഹെർട്സും മെഗാ ഹെർട്സും ഒക്കെയാണ് ഉപയോഗിക്കാറുള്ളത്. 10⁶ ഹെർട്സ് ആണ് ഒരു മെഗാ ഹെർട്സ്, 10�3 ഹെർട്സ് ആണ് ഒരു കിലോ ഹെർട്സ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.